എപ്സ്റ്റീൻ ഫയൽസിൽ പേര് വന്നു എന്നതുകൊണ്ട് മാത്രം സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന് പറയുന്ന ഒരു വലിയ ശാസ്ത്രജ്ഞൻ ഇത്രയധികം ക്രിട്ടിസൈസ് ചെയ്യപ്പെടേണ്ട ആവശ്യമുണ്ടോ? സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന പേര് ജെഫ്രി എപ്സ്റ്റീൻ ബന്ധപ്പെട്ട എപ്സ്റ്റീൻ ഫയൽസിൽ വന്നത് വലിയ ചർച്ചയായ വിഷയമാണ്. എപ്സ്റ്റീൻ ഫയൽസ് എന്ന് പറയുന്നത് എപ്സ്റ്റീനെതിരെ ഉണ്ടായ കേസുകളുമായി ബന്ധപ്പെട്ട കോടതി രേഖകൾ, ഇമെയിലുകൾ, സാക്ഷിമൊഴികൾ തുടങ്ങിയവയാണ്. ഇതിനെയെല്ലാം കൂടെ ചേർത്താണ് ഈ എപ്സ്റ്റീൻ ഫയൽസ് എന്ന് പറയുന്നത്. സ്റ്റീഫൻ ഹോക്കിംഗ് 2006 എപ്സ്റ്റീൻ സംഘടിപ്പിച്ച ഒരു സയൻസ് കോൺഫറൻസിൽ പങ്കെടുത്തു. അത് നടത്തിയ പ്ലേസ് സെന്റ് തോമസ് വെർജിൻ ഐലൻഡ്സിൽ വെച്ചായിരുന്നു. എപ്സ്റ്റീൻ പല പ്രശസ്ത ശാസ്ത്രജ്ഞരെയും പ്രമുഖരെയും ഇത്തരത്തിലുള്ള പരിപാടികളിലേക്ക് ക്ഷണിച്ചിരുന്നതാണ്. അതുകൊണ്ടാണ് ഹോക്കിങ്ങിന്റെ പേരും ആ രേഖകളിൽ കാണപ്പെട്ടത്. സ്റ്റീഫൻ ഹോക്കിങ്ങിനെതിരെയുള്ള നേരിട്ടുള്ള കുറ്റാരോപണം ഒന്നും തെളിയിച്ചിട്ടില്ല. ചില രേഖകളിൽ വന്ന ആരോപണങ്ങൾ അവകാശവാദങ്ങൾ മാത്രമാണ്, സ്ഥിരീകരിച്ച തെളിവുകളല്ല. പക്ഷെ സ്വാഭാവികമായും എപ്സ്റ്റീൻ കേസ് വളരെ ഗൗരവപരമായ കേസായതിനാൽ അതുമായി ബന്ധപ്പെട്ട ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ആളുകൾ സംശയത്തോടെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഹോക്കിംഗ് പോലുള്ള പ്രശസ്തന്റെ പേരും ചർച്ചയിലായി. സ്റ്റീഫൻ ഹോക്കിംഗ് ലോക പ്രശസ്തനായ ഒരു ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനും എഴുത്തുകാരനുമാണ്. അദ്ദേഹം പ്രധാനമായും കോസ്മോളജി അതുപോലെ തന്നെ ബ്ലാക്ക് ഹോൾ തിയറിയും സംബന്ധിച്ച് വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കൈകൾ, കാലുകൾ, ശരീരം ചലിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും മനസ്സും ബുദ്ധിയും പൂർണ്ണ സജീവമായിരുന്നു. ശാസ്ത്രലോകത്തിന് ഇത്രയധികം സംഭാവനകൾ നൽകിയ ഒരു വ്യക്തി. ഇതുവരെ കുറ്റവും തെളിയിക്കപ്പെട്ടിട്ടില്ല. പക്ഷെ ഒരുപാട് ട്രോളുകളാണ് അദ്ദേഹം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത്.